ഞങ്ങൾ നെക്സ്റ്റ് ഗെയിമിന് വേണ്ടി ഒരു ചാക്ക് സാധനങ്ങളായിട്ട് ഞാൻ പോവാണ് ഗിഫ്റ്റുകൾ. കിട്ടി അതന്നെ അതന്നെ. ബെസ്റ്റ് ഡ്രസ്സിനെ തിരഞ്ഞെടുക്കുന്നത് വേറൊന്നുമില്ല. ഇതിൽ ഫേവറേറ്റിസം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. നിങ്ങളുടെ കണ്ണിൽ ഏറ്റവും സുന്ദരി അല്ലെങ്കിൽ ഏറ്റവും നന്നായി വസ്ത്രം ധരിച്ചിരിക്കുന്നത് ആരാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അവരുടെ പേര് ലൈവായിട്ട് പറയണം. ഓക്കെ, ഫേവറേറ്റിസം പാടില്ല. ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, നോ ഫേവറേറ്റിസം. ഇഷ്ടമുള്ളവരെ അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത് ഏറ്റവും നന്നായിട്ട് വസ്ത്രം ധരിച്ച് നിങ്ങളുടെ കണ്ണിൽ ഏറ്റവും സുന്ദരി അല്ലെങ്കിൽ ഏറ്റവും നന്നായി വസ്ത്രധാരണം, ബെസ്റ്റ് ഡ്രസ്സാണ് കോമ്പറ്റീഷൻ. സൗന്ദര്യം, നിറം ഇതൊന്നും അല്ല മുൻഗണന. ഏറ്റവും നല്ല രീതിയിൽ കേരള വസ്ത്രധാരണം ധരിച്ച് വന്നെത്തിയ വ്യക്തി. ഓക്കെ, റെഡിയല്ലേ? എൻ്റെ കേരളീയ ക്രിസ്ത്യത്തിൽ രമ. എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് ഗീതാ വേണുഗോപാൽ. എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നുന്നത് ഇതായിരുന്നു. ഒരാൾ പറയാൻ പാടുള്ളൂ. ഗീത പറഞ്ഞു. ഗീത പറഞ്ഞു. സെൻസിജി ഹരിത. ചേച്ചിയാണ് ഇഷ്ടമായത്. എനിക്ക് അശ്വതിയാണ് ഇഷ്ടമായത്. എനിക്ക് ചേച്ചിയെ ഇഷ്ടമായില്ല. എനിക്ക് ആദ്യം ചേച്ചിയെ ഇഷ്ടമായി. പിന്നെ ഈ ചേച്ചി എനിക്ക് അശ്വതി ചേച്ചി. രമ, ലച്ചു. ഓക്കെ, അപ്പൊ സ്ട്രൈറ്റ് വിന്നർ ഗീതാ വേണുഗോപാൽ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇവിടെ അപഹാരം കൊടുക്കാം. അത് വലിയ പേര് പറയാട്ടോ, ഭർത്താവിന്റെ പേര് പറയാൻ പാടില്ല എന്നൊന്നുമില്ല. അഭിഷേക് അർജുൻ ചേട്ടൻ, അനിൽ, അഭിഷേകിന്റെ അച്ഛൻ കൃഷ്ണമ്മ. അർജുൻ,
അബി അഭിഷേക് അർജുൻ പിള്ള അജിത് പിള്ള അനിൽ അജിത് പിള്ള അജൻ അഭിഷേക് അർജുനും അഭിഷേകവും ലൈറ്റ് കോമ്പറ്റീഷൻ ജസ്റ്റ് ഒരു 1 or 2 പോയിന്റിനോ Three. 1, 2, 3. 3. 1, 2.
അവനവന്റെ ഗ്രൂപ്പുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള അവസരം കുറച്ചൊരു 5 മിനിറ്റ് ഞാൻ തന്നേക്കാം. അത് കഴിഞ്ഞ് ആ വിഷയത്തിനെ പറ്റി സംസാരിക്കണം. ഞാൻ നിർത്തണം എന്ന് പറയുന്നവരെ ഓരോരുത്തരും സംസാരിക്കണം. അതായത് ഓരോരുത്തരും സംസാരിക്കണം. ടൈമർ വെച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. അവിടെ എവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യണം, എവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യണം, അടുത്ത ആൾ അവിടെ നിന്ന് തുടങ്ങിക്കോണം. സംശയം നിൽക്കണ്ട. കൂട്ടുകാർ എല്ലാവർക്കും അറിയുന്ന ടോപ്പിക്കാണ്. ഇതിൽ നോക്കുന്നത് സംസാരിക്കാനുള്ള കോൺഫിഡൻസും ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള 5 മിനിറ്റ് ആണേക്കാം. നമസ്കാരം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇപ്പോൾ പായസമാണ്. പായസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കണ്ടില്ലേ പുറത്തു നിന്ന് ചിരി, അതാണ് ഞങ്ങളുടെ ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ പായസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തില് എന്തൊരു ആഘോഷം വന്നാലും സന്തോഷം വന്നാലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പായസം. അത് ആപാലമുള്ള ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ട വിഭവമാണ്. എന്തൊരു ചടങ്ങിലും അമ്പലങ്ങളിലായിക്കോട്ടെ, വീടുകളിലായിക്കോട്ടെ, കല്യാണങ്ങൾക്കായിക്കോട്ടെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമാണ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് പായസം. പണ്ട് മുതലേ നമ്മുടെ അമ്മമാർ നമുക്ക് നല്ല ടേസ്റ്റുള്ള പായസങ്ങൾ വെച്ചിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ സദ്യ കഴിയുമ്പോൾ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പായസം. പിന്നെ നമ്മൾ ഈ 14 ജില്ലകളിലും 14 രീതിയിലാണ് പായസം കൊടുക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് പോയാൽ നമുക്ക് ബോളിയും പായസം. പരമ്പരാഗതമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പ്രഥമകൾ. അതിൽ പലതരം പ്രഥമകളുണ്ട്. പരിപ്പ് പ്രഥമൻ, കടപ്രഥമൻ, ഫലപ്രഥമൻ. ഇപ്പോൾ പുതിയതായിട്ട് ആളുകൾ മത്തങ്ങ വെച്ച പ്രഥമൻ, കരിക്ക് പ്രഥമൻ, അങ്ങനെ പ്രഥമനുകൾ പലതരമുണ്ട്. മിക്കവർക്കും പരിപ്പ് പ്രഥമനോട് പ്രിയം കൂടുതലാണ്. ഞാൻ പറയുന്നത് പാൽപ്പായസത്തിനെ കുറിച്ചാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അമ്പലപ്പുഴ പാൽപ്പായസം. അമ്പലപ്പുഴ പാൽപ്പായസം അതിന് പ്രസിദ്ധമായിട്ടുള്ളത്. എല്ലാതരം പായസവും കഴിക്കാനായിട്ട് നമ്മുടെ വീട്ടിലെല്ലാവർക്കും അറിയാം. എന്നാലും പാൽപ്പായസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പായസത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മധുരം കഴിക്കാതെ മലക്കം പറഞ്ഞാൽ മധുരയ്ക്കും ഓർമ്മകൾ മാഞ്ഞു പോകും എന്നൊരു പ്രമാണമുണ്ട്. അപ്പൊ ഏതൊരു സദ്യ കഴിച്ചാലും എന്ത് കഴിച്ചാലും അവസാനം ഇത് മധുരം കഴിക്കണം എന്നാണ് വെപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പായസം നമുക്ക് ഒഴിച്ചുകൂടാൻ അവസ്ഥ. അപ്പോൾ നമ്മൾക്ക് പായസം പലതരത്തിലുണ്ട്. പായസം നമുക്ക് ഓരോ കാണുന്ന എല്ലാ വിഭവങ്ങളും വെച്ച് പായസം ഉണ്ടാക്കണം. ഇപ്പോൾ ചക്കപ്പായസമായാലും ശർക്കര പായസമായാലും കാണുന്ന നമ്മുടെ ഫലങ്ങൾ വെച്ച് നമ്മൾ പായസം ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം പരിപ്പ് പായസമാണ്. പരിപ്പ് പായസം എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും തേങ്ങ പിഴിഞ്ഞ് ബുദ്ധിമുട്ടാനിപ്പോൾ ആർക്കും ഇഷ്ടമല്ല. പഴയ ആളുകൾക്ക് ഇപ്പോഴും അങ്ങനെയുള്ള പായസങ്ങളോടാണ് കൂടുതൽ താല്പര്യം. എൻ്റെ വീട്ടിൽ പരിപ്പ് പ്രഥമനാണ് ഏറ്റവും ഇഷ്ടം. വീട്ടിൽ എന്തുണ്ടെങ്കിലും ഞാൻ ആദ്യം പറയുന്നത് പാൽപ്പായസം വയ്ക്കാറുണ്ട്. ശർക്കര പായസം രണ്ടാമത്താണ്. പിന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് പായസങ്ങളുണ്ട്. അതിൽ സദ്യക്ക്
പാലട. ഓക്കെ, താങ്ക് യു. ഗ്രൂപ്പ് നമ്പർ 2 റെഡിയല്ലേ? എല്ലാവരെക്കാളും സമയപരിധി കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് എന്നാ ഗ്രൂപ്പ് നമ്പർ 2 എന്താണ് ടോപ്പിക്? അവിയൽ. ആ അനു 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 അവിയൽ അവിയൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ ഒരു സദ്യയിൽ അവിയലില്ലാത്ത സദ്യ ഉണ്ടാവില്ല. അവിയൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തരം പച്ചക്കറികളുടെയും ഒരു കൂട്ടായ്മയാണ്. ഉപ്പില്ലാത്ത കഞ്ഞി എന്ന് പറയുന്ന പോലെ അവിയലില്ലാത്ത സദ്യ ഉണ്ടാവില്ല. അവിയൽ എന്ന് പറഞ്ഞാൽ സാമ്പാറിന്റെ അടിയനായിട്ട് കണക്കാക്കാം. അത്രയ്ക്ക് സദ്യയിൽ സാമ്പാറില്ല, അവിയലില്ലാത്ത ഒരു സദ്യ ഉണ്ടാവില്ല. എല്ലാ തരം പച്ചക്കറികളും അവിയലിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അവിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ പച്ചക്കറികളും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. സദ്യയിൽ അവിയലില്ലാണ്ട് ഒരു സദ്യയില്ല. പിന്നെ വെറുതെ ആയാലും ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അവിയൽ എന്ന് പറയുന്നത്. എല്ലാ തരം പച്ചക്കറികളും വെറുതെ ഇരുന്നും അവിയൽ നമുക്ക് കഴിക്കാം. അവിയലിന്റെ അരപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയും ചെറുള്ളിയും ജീരകവും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടി ഇട്ടതാണ്. അതാണ് നല്ല ലാസ്റ്റ് ചെയ്ത് എല്ലാം കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ മണം നല്ല നല്ല സുഗന്ധമാണ്. അവിയൽ പലതരത്തിലുണ്ടാകും. ഡയറ്റ് അവിയലുണ്ട്, പാവയ്ക്ക് ഇട്ടിട്ടുള്ള അവിയലുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങളെല്ലാവരും? അപ്പോൾ അവിയൽ അങ്ങനെ നമുക്ക് പല തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അവിയൽ കണ്ടിലേക്ക് നമുക്ക് സദ്യക്ക് അവിയൽ കണ്ടിലേക്ക് നമുക്ക് എല്ലാവർക്കും ഈ സദ്യക്ക് അവിയലില്ലേ? പിന്നെ അവിയൽ നമ്മൾ നോൺ വെജ് മസ്റ്റാകുന്നവർക്കും ഒരു തരത്തിൽ അവിയൽ വയ്ക്കും. നോൺ വെജ് മസ്റ്റാന്ന് പറഞ്ഞാൽ ഏത് തരത്തിലാണ് അവിയൽ വെക്കുക എന്ന് പറഞ്ഞു കൊടുക്കാം. കോവയ്ക്ക അവിയൽ വെക്കാമല്ലോ. കണ്ണിന്റെ പോലെ സംസാരിക്കും. പിന്നെ നമുക്ക് മുട്ട അവിയൽ വെക്കാം. എങ്ങനെ പല രീതിയിൽ നമുക്ക് അവിയൽ വെക്കാം. വെറുതെ നമുക്ക് ഒരു കട്ടൻ ചായ അവിയൽ വെക്കാം. ലാസ്റ്റ് ചോറുണ്ട് നമ്മൾ തൈരും കൂടി ഉണ്ടെങ്കിൽ അവിയൽ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അവിയൽ ഇങ്ങനെ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിയൽ. പിന്നെ എല്ലാ പച്ചക്കറികളും എന്നാ ഓട്ടെ പിടി ഓക്കെ 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 ആണ്. ഹലോ, മറ്റൊരു റെഡിയല്ലേ? ടോപ്പിക് ഗ്രൂപ്പ് നമ്പർ 3 ടോപ്പിക് കറി തുടങ്ങിക്കോ. പറയണം കേട്ടോ. കൂട്ടുകറി. പേര് അവനവന്റെ പേരൊക്കെ പറഞ്ഞു. ഓക്കെ, സ്വന്തം പേര് ആദ്യം പറഞ്ഞു കാണുക. എൻ്റെ പേര് അലിസ്മ. നമ്മുടെ ടീമിന് കൂട്ടുകറിയാണ് കിട്ടിയിരിക്കുന്നത്. കൂട്ടുകറി ഇടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തെ പോലെയാണ്. സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവം കൂടിയാണ് കൂട്ടുകറി. പലതരം ആളുകളെ പോലെ പലതരം കൂട്ടുകൾ ചേർന്നതാണ് കൂട്ടുകറി. എല്ലാ കഷ്ണങ്ങളും കൂടിയ ആണ് ഏറ്റവും കൂട്ടുന്നത്. അത് തേങ്ങ ഇറക്കും തേങ്ങ ഉറക്കാനും ഉണ്ടാക്കാം. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് മൺചട്ടിയിൽ ഉണ്ടാക്കാനാണ്. എവിടെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ വെച്ച് തുടങ്ങണം. മൺചട്ടിയിൽ ഉണ്ടാക്കാം. മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് വളരെ അത് കൂട്ടുകറി എന്ന് വെച്ചാൽ എല്ലാ കഷ്ണങ്ങളും ചേർന്ന് ഉണ്ടാക്കുന്നതാണ്. അതിൽ നമ്മൾ എല്ലാ കഷ്ണങ്ങളും ചേർന്ന് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, കരിവേപ്പില ഇതെല്ലാം ഇട്ട് അത് നമ്മൾ ഇത് കൂട്ടുകറി അരിയുന്നതിനൊരു പ്രത്യേകതയുണ്ട്. വളരെ നല്ല സ്ക്വയർ കഷ്ണങ്ങളാക്കി നല്ല സുന്ദരമായി അരിഞ്ഞിട്ട് അത് വേവിച്ച് നമുക്ക് തേങ്ങ പച്ചക്ക് കുറച്ച് ചേർത്തും തേങ്ങ വറുത്തും ഉണ്ടാക്കും. തേങ്ങയുടെ ചെറു മധുരം പോലെയായിരുന്നു ചില ആളുകൾ. അതുപോലെ ക്യാരറ്റും ചെടിയും ചൊറിയനായ ചെടിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തതായിരുന്നു
കുക്കറിയിൽ കുറച്ച് ശർക്കര ചേർത്താലും നല്ല ടേസ്റ്റാണ്. അവർക്കും മണം നല്ല കുക്കറിയിൽ വറവാണ് ഏറ്റവും പ്രധാനം. അതിൽ തേങ്ങ നല്ലവണ്ണം വറുത്ത് അതിലും കരിവേപ്പില എല്ലാം ചേർന്ന തേങ്ങയുടെ വറവിൻ്റെ വാസന തന്നെയാണ് കൂട്ടുകറിയുടെ ഏറ്റവും വലിയൊരു മഹിമ. അതിൻ്റെ വാസന കേൾക്കുമ്പോൾ തന്നെ അറിയാം കൂട്ടുകറി എവിടെ വരെ എത്തി, എന്താണ് അതിൻ്റെ സാധനം. അവസാനം വറവിടുന്നതിന് തൊട്ട് മുമ്പ് ഇതിന് മേമ്പൊടിയായിട്ട് നമ്മൾ കുരുമുളകിൻ്റെ ഒരു അംശം ചേർക്കും. അതാണ് കൂട്ടുകറിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അശ്വതി, ലത, അപ്പിളി, ലച്ചു, എൽസ, ഗീത, ഊർമിള. എല്ലാം റെഡി അല്ലേ? ഈ കവറിന്റെ ഉള്ളില് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മെയിൻലി ഇത് ഒരു ടാലന്റ് ഹണ്ട് ആണത്. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ അത് ചെയ്യണം. ഇതിൽ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു 5 മിനിറ്റ് എടുത്ത് ആലോചിച്ചിട്ട് അത് ചെയ്യണം. ഓക്കെ, റെഡി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ടാലന്റ് ആണ് മെയിനായിട്ട്, ടാലന്റ് നോക്കുന്നതാണ് മെയിനായിട്ട്. വേണ്ട, 2 ടൈമുണ്ട്. എടുത്തിട്ട് ഒരു 5 മിനിറ്റ് ആലോചിച്ചിട്ട് ചെയ്താൽ മതി. എല്ലാവരും കൈയടിച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ആർക്കും ഒരു ഡൗട്ടും ഇല്ലാതെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് പേപ്പർ മിമിക്രിയാണ് കിട്ടിയിരിക്കുന്നത്. 5 മിനിറ്റ് എടുത്ത് ആലോചിച്ചോളൂ കേട്ടോ. ഓരോരുത്തരും വന്നോളൂ. അവരോട് കിട്ടുന്നത് 5 മിനിറ്റ് എടുത്ത് ആലോചിച്ചിട്ട് ചെയ്യാം. വരൂ. ചേച്ചി 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 5 മിനിറ്റ്. ഇഷ്ടമുള്ളത് ചെയ്യാം. കോൺഫിഡൻസ് ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. അശ്വതി, സിനിമ സീൻ ഏതെങ്കിലും ആക്ട് ചെയ്യാം. ഏതെങ്കിലും ഇഷ്ടമുള്ള സിനിമ സീൻ? ഗീതാഞ്ജലി. ഓക്കെ. എൽസ്മ, ക്ലാസിക്കൽ ഡാൻസ്. അമ്പിളി, ഫോക്ക് ഡാൻസ്. ഊർമിള, സോങ്. ലത, മോഡൽ. അങ്ങോട്ട് ടോപ്പിക് എടുത്തോ. ഒരു ചെറിയ സീക്വൻസ് ഓഫ് മൈൻഡ്. ഓക്കെ, അപ്പൊ 5 മിനിറ്റ് എല്ലാവരും ആലോചിച്ചോ. സിംഗിൾ ആയിട്ട് ആലോചിക്കാൻ, ഗ്രൂപ്പായിട്ട്. എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു ഫീൽഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, മിമിക്രി. എന്നാലും നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ബിന്ദു പഠിക്കുകയാണ്. എടാ അശോക, പണ്ട് ഞാൻ സംഘഗാനം വരെ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും ഞാൻ ഫസ്റ്റ് ആയിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പൊട്ടി. അതെങ്ങനെയാണ്? കുട്ടികൾക്ക് ഒന്നും തന്നെ ഇഷ്ടമല്ലല്ലോ.
അതായത് ഇപ്പൊ ഈ റീസെന്റ് കണ്ട രണ്ടാമത് 30 കൊല്ലത്തിന് ശേഷം രണ്ടാമത് ഇറങ്ങിയ മണിച്ചിത്രത്താഴെ ഇന്നസെന്റിനെയും ലളിതയ്ക്കും അറിഞ്ഞു. രാഘവോ 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 അതെ എന്തോ കണ്ട് പേടിച്ചതാ. ഒരു ചൂലൊന്നും എനിക്കില്ല. ആ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാനിവിടെ ഉദ്ദേശിക്കുന്ന കാര്യം കൃഷ്ണന്റെ രാധയുടെ റൊമാൻസ് ആണ് വഴിമാറ്റി.
ഓർമ്മ സ്റ്റാർട്ട്. മോഹം കൊണ്ടു ഞാൻ ദൂരെ ഇനം പൂത്തനായി മധു തേടിപ്പോയി നീനെ താഴെ തളിരാർന്ന പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരെ ഇനം പൂത്തനായി മധു തേടിപ്പോയി കണ്ണിൽ കത്തുന്ന പീലി നീട്ടി വർണ്ണങ്ങളാൽ കതിർമാല കൈകൾ നീട്ടി സ്വർണ്ണത്തേരേറിയ തങ്കത്തിങ്കൾ പോലെ ദൂരെയാകാശ നക്ഷത്രപ്പൂക്കൾ തൻ തേരോട്ടം. മോഹം കൊണ്ടു ഞാൻ ദൂരെ ഇനം പൂത്തനായി മധു ബെസ്റ്റ് ഡ്രസ് ഫീമെയിൽ. തുറന്നു. ഫോട്ടോഗ്രാഫേഴ്സ് സൈഡ് കൊടുക്ക്. ഓക്കെ, ബെസ്റ്റ് ഡ്രസ് മെയിൽ അഭിഷേക്. എന്തോ ഫോൺ പിടിക്ക്, ഫോൺ. അച്ഛാ ബെസ്റ്റ് ഡ്രസ് മെയിൽ അഭിഷേക്. ഫോട്ടോ ഫോട്ടോ. ഞാനും മുണ്ടില്ലാണ്ടിരിക്കും. മലയാളി മംഗ കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റായിരുന്നു. ഭയങ്കര ടൈറ്റ് എന്ന് വെച്ചാൽ ഞങ്ങള് ശരിക്കും ജഡ്ജ് ചെയ്യാൻ കഷ്ടപ്പെട്ടു. പക്ഷെ എന്തായാലും എല്ലാവരും ഈക്വലി അടിപൊളിയായിരുന്നു. ഫൈനൽ റൗണ്ടൊക്കെ ഒന്നും പറയാനില്ല. സമ്മാനത്തിന്റെ നോക്കണ്ട, കാരണം എല്ലാവരും ഇതിന് പൂർണ്ണമായി യോഗ്യത ഉള്ളവർ തന്നെയാണ്. എന്നാലും ഞങ്ങൾക്കൊരു വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നു. മലയാളി മംഗ ഫസ്റ്റ് പ്രൈസ് ഗീത വേണുഗോപാൽ. അടുത്ത ഒളിമ്പിക്സിൽ കൊടുക്കാൻ കൃഷ്ണമാരൊക്കെ കൊടുക്കൂ. മലയാളി മംഗ ഗീത വേണുഗോപാൽ. ഇവിടെ എല്ലാം നോക്കണം. ഒരു നല്ല സെറ്റ് കൊണ്ട് സാരിയോടായിട്ട് ഓക്കെ.
അപ്പൊ ഞങ്ങൾ നെക്സ്റ്റ് ഗെയിമിന് വേണ്ടി ഒരു ചാക്ക് സാധനങ്ങളായിട്ട് ഞാൻ പോവാണ് ഗിഫ്റ്റുകൾ. ഇതില് ചിലതില് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും. അത് ഏറ്റവും ആദ്യം കൈവെക്കുന്ന സമ്മാനം. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും സമ്മാനിക്കണമെന്നുള്ള ഇതില് എന്റെ മനസ്സിൽ ഓരോരുത്തരും ഉണ്ടാവുമല്ലോ. അപ്പൊ അതും കൂടി വിചാരിച്ചിട്ടാണ് ഞാൻ പ്രശ്നം കഴിക്കുന്നത്. ഹാൻഡ് ബാഗിൽ ATM കാർഡുള്ള സ്ത്രീ. പോക്കറ്റിൽ കുത്തിയ പുരുഷൻ. കരിമണി മാലയിൽ താലിയിട്ട സ്ത്രീ. മല്ലിച്ചെരുപ്പിട്ട പുരുഷൻ. മൈലാഞ്ചിയിട്ട പെൺകുട്ടി. മൊബൈൽ ഫോൺ കൈവശം ഇല്ലാത്ത സ്ത്രീ. ചോദ്യം മൊത്തം കണ്ടു. ചോദ്യം മൊത്തം കേൾക്കണം. വാച്ച് കെട്ടിയ കുട്ടി. നീ കുട്ടി വാ. ജിമിനി കമ്മലിട്ട് 30-ന് മുകളിൽ പ്രായമുള്ള സ്ത്രീ. നെക്സ്റ്റ് ഇപ്പൊ നമ്മളിപ്പോ കളിക്കാൻ പോകുന്ന ഗെയിം ട്രഷർ ഹണ്ട് ആണ്. പേര് പോലെ തന്നെ ഒരു ട്രഷർ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, കാണാൻ പറയട്ടെ. അതിനെ കണ്ടുപിടിച്ചുകൊണ്ട് വരണം. ഓക്കെ, കുറച്ച്
ഫിസിക്കലി ആക്റ്റീവ് ആയാൽ മാത്രം പോരാ, നല്ല തലയും ബുദ്ധിയും അത്യാവശ്യമൊക്കെ വേണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൗണ്ട് 3 റൗണ്ടാണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് റൗണ്ട് വന്നിട്ട് ഇവിടെ ക്ലൂസ് ഇരിക്കുന്നുണ്ട്, 5 ക്ലൂസ് ഉണ്ട്. അതിൽ ഒരു പേപ്പർ എടുത്തുകൊണ്ട് പോവാം. ആ പസില്, അതിലുള്ള പസില് സോൾവ് ചെയ്യാം. ആ പസിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റിക്കർ ഇവിടെ എവിടെയോ ഉണ്ട് ഈ ഹോളില്. അത് കണ്ടുപിടിച്ച് ആദ്യം എൻ്റെ കയ്യിൽ കൊണ്ട് തരുന്ന ആൾക്ക് ഞാൻ നെക്സ്റ്റ് ക്ലൂ കൊടുക്കും. ഓക്കെ, എന്തോ ഞാൻ പറയാം, ഒന്നുകൂടി പറയാം, ശരിക്കും കേൾക്ക്. ഒരു 5 ക്ലൂ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ആ ട്രഷറിലേക്കുള്ള 5 ക്ലൂ ഇവിടെ ഇരിക്കുന്നുണ്ട്. ടീം ലീഡേഴ്സ് വന്ന് അവനവന് ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തുകൊണ്ട് പോവാം ഇവിടുന്ന്. ആ പസില് സോൾവ് ചെയ്യാം. ആ പസിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം, ഒരു സ്റ്റിക്കർ ഇവിടെ എവിടെയോ ഉണ്ട്, ഈ ഹോളിൽ എവിടെയോ ഉണ്ട്. ഈ ഹോൾ മാത്രം. ഓക്കെ, അപ്പോ അതെവിടെയുണ്ട്, അത് എന്റെ കയ്യിൽ കൊണ്ടു തരണം. ഓക്കെ, അത് ആദ്യം കൊണ്ടു തരുന്ന ആൾക്ക് സെക്കൻഡ് ക്ലൂ. ഇത് മെയിനായിട്ട് ടൈമാണ് വരുന്നത്. പസിൽ സോൾവ് ചെയ്യണം. ഏറ്റവും ആദ്യം സോൾവ് ചെയ്ത് ആദ്യം കൊണ്ടുവരുന്ന ആൾക്ക് അടുത്ത റൗണ്ടിലേക്കുള്ള ക്ലൂ ആദ്യം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സോൾവ് ചെയ്യാനുള്ള ടൈം കിട്ടും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ ആരാ ടീം നമ്പർ 1 ക്യാപ്റ്റൻ വന്നോളൂ. ടീം നമ്പർ 2 എല്ലാവരും വന്നോ, ഒരുമിച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ടൈം കിട്ടട്ടെ. എടുത്തോ. ഓക്കെ, ഇതിങ്ങനെ ഇരുന്നാലിങ്ങനെ ചെയ്യുമല്ലോ, നന്നായിട്ട് ആലോചിക്കും. നിങ്ങൾ ക്ലൂ ഉൾപ്പെടാ. ഓക്കെ, ഫൈൻ. Okay, go and solve. Okay, second round. ഇവിടെ ശ്രദ്ധിക്കൂ, ഒരു സെക്കൻഡ് ഒന്ന് ശ്രദ്ധിക്കാമോ? രണ്ടാമത്തെ റൗണ്ട് പസിൽ സോൾവ് ചെയ്യുന്നവര് ആ പസിൽ ഒന്ന് സോൾവ് ചെയ്യണം ആദ്യം. എന്താ അതില് അതൊന്ന് സോൾവ് ചെയ്ത് 4 പ്രിന്റ് കട്ട്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ ഏതാണോ നിങ്ങളുടെ പസിലിന്റെ ആൻസർ എന്നുള്ളത് എനിക്ക് എടുത്തോണ്ട് തന്നെ. അതിവിടെ അല്ല, അതിവിടെ വേണമെങ്കിലും ആവാം. ഈ ബിൽഡിംഗ് ബിൽഡിംഗ് അല്ല, അത് നിങ്ങൾ സോൾവ് ചെയ്യണം. അതെ എവിടെ ഇത് മൊത്തം എവിടെ ഈ പറഞ്ഞ മൊത്തം എവിടെയാണോ? അനിത് രണ്ട് അവനവന്റെ ക്ലൂ നോക്കിയിട്ട് ആദ്യം സോൾവ് ചെയ്യും. എന്നിട്ട് സമയം നടക്കാം, അല്ലാണ്ട് കിട്ടില്ല. അതിൻ തപ്പടാ അതിൻ കയ്യിൽ മടിയിലിരിക്കില്ലേ? ഇതിലൊരെണ്ണം നമ്മുടെ എവിടെ ഇരിക്കണേന്നുള്ള ക്ലൂ ആണ്.
നിങ്ങളുടെ അല്ലെന്ന് ഉറപ്പിരുന്ന കേട്ടോ. അല്ലല്ലേ നമ്മുടെ ഇത് അതല്ലെങ്കിൽ അവിടെ തന്നെ കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പസിലിന്റെ ഉത്തരം എന്താണോ അത് മാത്രം എന്റെ കയ്യിൽ കൊണ്ടുതരും. എല്ലാം പറ്റില്ല, ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഉത്തരം. നിങ്ങളത് നോട്ടെ, നിങ്ങളത് ചോദിച്ചോട്ടെ. ഓക്കെ കറക്റ്റ്. 3 അടുത്ത ലാസ്റ്റ് റൗണ്ട് കടന്നേക്കാണ്. ചുവപ്പ് പ്രതലത്തിൽ ആകാശം കണ്ടു. നിങ്ങളുടെ ബസ്സിൽ നിങ്ങളുടെ ഇത് ഉത്തരവൊന്നും ശരിയല്ല. ഇത് എവിടെ വെച്ചാൽ അവിടെ കൊണ്ടുവച്ചോട്ടോ. ഇതൊന്നുമല്ല, ഇതെല്ലാം റോങ്ങാണ്. എവിടെ കിട്ടിയാ നോടെ. ഞാൻ ചോദിച്ചോട്ടെ. ടീമാണ് ചെടിയാരെ നശിപ്പിക്കരുത്. അതെല്ലാം കിട്ടിയാ? ഞാനെന്താ ഈ ചീട്ട് കളിക്കാരനെ നിങ്ങളുടെ ചോദ്യം എന്താണ്? ഞങ്ങളുടെ സാഹചര്യമാണെന്ന് മനസ്സിലായാലോ. ഇതൊക്കെ അതിന് ആ സാഹചര്യ ഫോട്ടോ എടുപ്പ്. ഫോട്ടോ ഇവിടെ കാണാനില്ല. ഇതല്ല ഒന്ന് വായിക്കൂ. അതെന്താ എവിടെയാ നോക്ക്. അവിടുന്ന് അടുത്തുള്ള അടുത്തുള്ളവർക്ക് ഇവിടെ പതുക്കെ പോടാ, വീടാ. പാതാളത്തിന് നീതി. നിങ്ങൾ എല്ലായിടത്തും തമ്മിൽ നടക്കാണ്ട് ഏത് ലാസ്റ്റ് കഴിഞ്ഞ ഇല്ല, ലാസ്റ്റ് സെക്കൻഡ് ഇട്ടുള്ളൂ. ലാസ്റ്റത്തെ സ്റ്റിക്കറും ഒന്നുമല്ല, ലാസ്റ്റത്തെ ഗിഫ്റ്റാണ്. ലാസ്റ്റത്തെ ഗിഫ്റ്റാണ്.
അത് ഏത് ടീമാണത്? ABC ടീമാണ് നിങ്ങൾ? നിങ്ങൾ ഏത് ടീമാണ്? അനു 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 എടാ കിട്ടി, ഫോർത്ത് കിട്ടി 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 ആ കിട്ടി 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 അതന്നെ അതന്നെ. ഞാൻ നോക്കി എടുക്കാൻ നോക്കി പിന്നെ വേണ്ടാന്ന് അനു 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 ജയകുടേട്ടൻ നേരത്തെ എത്തിന്ന് ജയാൻ്റെ അനു ജയാൻ്റെ നേരത്തെ എത്തിന്ന് ജയാൻ്റെ ആദ്യം കണ്ടെത്തിന്ന്. ജയക്കുട്ടിയാൻറ്റി അവിടെ അങ്ങനെ സ്ഥലമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇത്ര ഉള്ളു പോകുമ്പോൾ ഞങ്ങളുടെ ഒരു പാതാളം അറിയിച്ചിട്ടിരിക്കും കുഴി. എല്ലാ കുഴിയും Team